ഹലോ എവരിവൺ, സ്കിൽ സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐമൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ പാർട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും കറണ്ട് അഫയേഴ്സ് സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. വിച്ച് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ ഹാസ് ഗോട്ട് റെക്കോർഡ് ഫോർ മോസ്റ്റ് വിൻസ് ഇൻ എ ടെസ്റ്റ്? വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയ കളിക്കാരനാണ് വിരാട് കോഹ്ലി. ശ്രദ്ധിക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയ കളിക്കാരനാണ് വിരാട് കോഹ്ലി. അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ? ഡോക്ടർ GP സമന്ത. ഇന്ത്യയുടെ പുതിയ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയി നിയമിക്കപ്പെട്ടത് ഡോക്ടർ GP സമന്തയാണ്. അടുത്ത് നോക്കാം. വിച്ച് സിറ്റി ടോപ്പ് ലിസ്റ്റ് ഓഫ് സിറ്റീസ് ഇൻ ഈസ് ഓഫ് ലിവിംഗ്? ബാംഗ്ലൂരു. താമസിക്കാൻ എളുപ്പമുള്ള നഗരങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ ഏത് നഗരമാണ് ആദ്യം എത്തിയത്? ബാംഗ്ലൂരു. ശ്രദ്ധിക്കുക, താമസിക്കാൻ എളുപ്പമുള്ള നഗരങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ ഏത് നഗരമാണ് ആദ്യമായി എത്തിയത്? ബാംഗ്ലൂരു. ശ്രദ്ധിക്കുക, താമസിക്കാൻ എളുപ്പമുള്ള ഏറ്റവും ചെറിയ നഗരമാണ് ഷിംല. അടുത്ത് നോക്കാം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് ഡെസ്റ്റിൽ 2 കമൻസ് ഇൻ റാണിഘട്ട്. ശ്രദ്ധിക്കുക, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെസ്റ്റിലിക് 2. അത് ആരംഭിക്കുന്നത് റാണിഘട്ടിൽ വെച്ചാണ്. റാണിഘട്ട് ഉത്തരാഖണ്ഡിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഡെസ്റ്റിലിക് 2. അത് ആരംഭിക്കുന്നത് ഉത്തരാഖണ്ഡിലെ റാണിഘട്ടിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. റീസെൻ്റ്ലി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പ്രസന്റ് ബാറ്റൺ ഓഫ് ഹോണർ ടു വിച്ച് പേഴ്സൺ? കിരൺ ബേദി. ഇന്ത്യയുടെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് ബാറ്റൺ ഓഫ് ഹോണർ നൽകി ആദരിച്ചത് കിരൺ ബേദി. കിരൺ ബേദി പുതുച്ചേരിയുടെ മുമ്പത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് ബാറ്റൺ ഓഫ് ഹോണർ നൽകി ആദരിച്ചത് കിരൺ ബേദിയെയാണ്. അടുത്ത് നോക്കാം. വെർ ഈസ് സർദാർ പട്ടേൽ സ്പോർട്സ് എൻക്ലേവ് കമ്മിങ് അപ്പ്? അഹമ്മദാബാദ്. എവിടെയാണ് സർദാർ പട്ടേൽ സ്പോർട്സ് എൻക്ലേവ് ആരംഭിക്കാൻ പോകുന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ശ്രദ്ധിക്കുക, ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാനി, ഗവർണർ ആചാര്യ ദേവ്രാത്ത്. ശ്രദ്ധിക്കുക, ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാനി, ഗവർണർ ആചാര്യ ദേവ്രാത്ത്. അടുത്തത് നോക്കാം. ഇന്ത്യ സൈൻഡ് വിത്ത് വിച്ച് കൺട്രി ഫോർ ദ സെയിൽ ഓഫ് ഡിഫൻസ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ് വിച്ച് ആർ ലൈക്ലി ടു ഇൻക്ലൂഡ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ? ഫിലിപ്പൈൻസ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ഡിഫൻസ് മെറ്റീരിയൽസും എക്യുപ്മെൻറ്റുകളും ഇന്ത്യയുമായി വിൽപ്പന നടത്താൻ കരാർ ഒപ്പിട്ട രാജ്യം? ഫിലിപ്പൈൻസ്. ശ്രദ്ധിക്കുക, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ഡിഫൻസ് മെറ്റീരിയൽസും എക്യുപ്മെൻറ്റുകളും ഇന്ത്യയുമായി വിൽപ്പന നടത്താൻ കരാർ ഒപ്പിട്ട രാജ്യം? ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റൽ മനില. ഫിലിപ്പൈൻസിലെ കറൻസി ഫിലിപ്പൈൻസ് പെസോ. ശ്രദ്ധിക്കുക, ഫിലിപ്പൈൻസിൻ്റെ കറൻസി ഫിലിപ്പൈൻ പെസോ, ക്യാപിറ്റൽ മനില. അടുത്തത് നോക്കാം. ദ ഫെസ്റ്റിവൽ ഓഫ് ശിവരാത്രി ഹെറാത്ത് ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? ജമ്മു ആൻഡ് കാശ്മീർ. ഏത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്താണ് ഹെറാത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. ശ്രദ്ധിക്കുക, ഏത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്താണ് ഹെറാത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത് നോക്കാം. വു റിസീവ്ഡ് ദ BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്? അഞ്ജു ബോബി ജോർജ്. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയത് ഇന്ത്യൻ അത്ലറ്റായ അഞ്ജു ബോബി ജോർജാണ്. ശ്രദ്ധിക്കുക, BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ഇന്ത്യൻ അത്ലറ്റായ അഞ്ജു ബോബി ജോർജാണ്. അടുത്ത് നോക്കാം. വു ബിക്കെയിം ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ഫെൻസർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്? CA ഭവാനി ദേവി. ഒളിമ്പിക്സിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ ആദ്യമായി യോഗ്യത നേടിയത് CA ഭവാനി ദേവി. ശ്രദ്ധിക്കുക, ഒളിമ്പിക്സിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ ആദ്യമായി യോഗ്യത നേടിയത് CA ഭവാനി ദേവിയാണ്. അടുത്ത് നോക്കാം. വു ഈസ് ദ ന്യൂ CM ഓഫ് ഉത്തരാഖണ്ഡ്? തിരാജ് സിംഗ് റാവത്ത്. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്ററാണ് തിരാജ് സിംഗ് റാവത്ത്. ഗവർണർ ബോബി റാണി മൗര്യ. ശ്രദ്ധിക്കുക, ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് തിരാജ് സിംഗ് റാവത്ത്. അടുത്തത് നോക്കാം. വു ഹാസ് വോൺ ദ 2020 ഇബ്രാഹിം പ്രൈസ് ഫോർ അച്ചീവ്മെൻറ്റ് ഇൻ ആഫ്രിക്കൻ ലീഡർഷിപ്പ്? മുഹമ്മദ് ഇസാഫു.
ആഫ്രിക്കൻ നേതൃത്വത്തിലെ നേട്ടത്തിന് കൊടുക്കുന്ന പ്രൈസാണ് ഇബ്രാഹിം പ്രൈസ്. അത് 2020 ലഭിച്ചത് മുഹമ്മദ് ഇസാഫുവിനാണ്. ശ്രദ്ധിക്കുക, മുഹമ്മദ് ഇസാഫു നൈജീരിയയുടെ പ്രസിഡൻ്റാണ്. ശ്രദ്ധിക്കുക, ആഫ്രിക്കൻ നേതൃത്വത്തിലെ നേട്ടത്തിന് കൊടുക്കുന്ന പ്രൈസാണ് ഇബ്രാഹിം പ്രൈസ്. അത് 2020 ലഭിച്ചത് മുഹമ്മദ് ഇസാഫുവിനാണ്. മുഹമ്മദ് ഇസാഫു നൈജീരിയയുടെ പ്രസിഡൻ്റാണ്. നമുക്ക് അടുത്ത് നോക്കാം. Who has become the third batsman in international cricket to hit 6 sixes in an over? കിറോൺ പൊള്ളാർഡ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സർ അടിക്കുന്ന മൂന്നാമത്തെ ബാറ്റ്സ്മാനാണ് കിറോൺ പൊള്ളാർഡ്. ശ്രദ്ധിക്കുക, ഒരു ഓവറിൽ 6 സിക്സർ അടിക്കുന്ന മൂന്നാമത്തെ ബാറ്റ്സ്മാനാണ് കിറോൺ പൊള്ളാർഡ്. അടുത്ത് നോക്കാം. Which two countries signed a memorandum of understanding to jointly construct a lunar space station that will be open to all countries? ചൈന ആൻഡ് റഷ്യ. എല്ലാ രാജ്യങ്ങൾക്കും തുറന്ന ഒരു ചന്ദ്ര ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഏത് രാജ്യങ്ങളാണ് സംയുക്തമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ചൈന ആൻഡ് റഷ്യ. ശ്രദ്ധിക്കുക, എല്ലാ രാജ്യങ്ങൾക്കും തുറന്ന ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഏത് രാജ്യങ്ങളാണ് സംയുക്തമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ചൈന ആൻഡ് റഷ്യ. അടുത്ത് നോക്കാം. Who joined the list of World Economic Forum's new young global leader of 2021? ദീപിക പത്കോൺ. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്ലോബൽ ലീഡറായി തിരഞ്ഞെടുത്തത് ദീപിക പത്കോണിനെയാണ്. ശ്രദ്ധിക്കുക, 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്ലോബൽ ലീഡറായി തിരഞ്ഞെടുത്തത് ബോളിവുഡ് താരം ദീപിക പത്കോണിനെയാണ്. അടുത്ത് നോക്കാം. Who has been honored with the 2021 FIAF award? അമിതാഭ് ബച്ചൻ. 2021 FIAF അവാർഡ് നൽകി ആദരിച്ചത് അമിതാഭ് ബച്ചനെയാണ്. ശ്രദ്ധിക്കുക, 2021 FIAF അവാർഡ് നൽകി ആദരിച്ചത് അമിതാഭ് ബച്ചനാണ്. ശ്രദ്ധിക്കുക. Who has been re-elected for an additional 4-year term as president of the International Olympic Committee? തോമസ് ബാക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി വീണ്ടും 4 വർഷത്തേക്ക് തിരഞ്ഞെടുത്തത് തോമസ് ബാക്കിനെയാണ്. ശ്രദ്ധിക്കുക, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി വീണ്ടും 4 വർഷത്തേക്ക് തിരഞ്ഞെടുത്തത് തോമസ് ബാക്കിനെയാണ്. അടുത്ത് നോക്കാം. Who has been re-appointed as the chairman of the UN panel of external auditor? ഗിരീഷ് ചന്ദ്ര മുർമു. UN-ലെ എക്സ്റ്റേണൽ ഓഡിറ്ററിൻ്റെ ചെയർമാനായി വീണ്ടും നിയമിച്ചത് ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ്. ശ്രദ്ധിക്കുക, UN-ലെ എക്സ്റ്റേണൽ ഓഡിറ്ററിൻ്റെ ചെയർമാനായി വീണ്ടും നിയമിച്ചത് ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ്. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ? ഫുഗാക്കു. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫുഗാക്കു, ജപ്പാൻ്റെയാണ്. അടുത്ത് നോക്കാം. വിച്ച് കൺട്രി വോട്ട് ടു ബാൻ ഫുൾ ഫേസ് കവറിംഗ് ഇൻ പബ്ലിക് പ്ലേസ്? സ്വിറ്റ്സർലാൻഡ്. ഏത് രാജ്യത്തിലാണ് മുഖം മൊത്തമായി മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്? സ്വിറ്റ്സർലാൻഡ്. ശ്രദ്ധിക്കുക, ഏത് രാജ്യത്തിലാണ് മുഖം മൊത്തമായി മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ ബേൺ ആണ്. ശ്രദ്ധിക്കുക, സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ ബേൺ. സ്വിറ്റ്സർലാൻഡിൻ്റെ കറൻസി സ്വിറ്റ്സർലാൻഡ് ഫ്രാങ്ക്. ശ്രദ്ധിക്കുക, സ്വിറ്റ്സർലാൻഡിൻ്റെ കറൻസി സ്വിറ്റ്സർലാൻഡ് ഫ്രാങ്ക്. അടുത്തത് നോക്കാം. വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ വാസ് അവാർഡഡ് ദ ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ഫോർ ഫെബ്രുവരി? രവിചന്ദ്രൻ അശ്വിൻ. ICC പ്ലെയർ ഓഫ് ദ മന്ത് ഫെബ്രുവരിയിൽ നേടിയത് ഇന്ത്യൻ ക്രിക്കറ്ററായ രവിചന്ദ്രൻ അശ്വിനായിരുന്നു. ശ്രദ്ധിക്കുക, ICC പ്ലെയർ ഓഫ് ദ മന്ത് ഫെബ്രുവരിയിൽ നേടിയത് ഇന്ത്യൻ ക്രിക്കറ്ററായ രവിചന്ദ്രൻ അശ്വിനായിരുന്നു. അടുത്ത നോക്കാം. വെർ വാസ് ദ ഫസ്റ്റ് ചിനാബ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഫെസ്റ്റിവൽ ഹെൽഡ് റീസെൻ്റ്ലി? ഡോഡ ഡിസ്ട്രിക്ട്, ജമ്മു കാശ്മീർ. ആദ്യമായി ചിനാബ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഫെസ്റ്റിവൽ നടന്നത് ഡോഡ ഡിസ്ട്രിക്റ്റിലാണ്, ജമ്മു കാശ്മീർ. വു ബാക്സ് ഗോൾഡ് മെഡൽ ഇൻ മാറ്റിയോ പെലിക്കോൺ വേൾഡ് റാങ്കിംഗ് സീരീസ്? ബജ്റാങ് പുനിയ. റെസ്ലിംഗ് ഇവൻ്റായ മാറ്റിയോ പെലിക്കോൺ വേൾഡ് റാങ്കിംഗ് സീരീസിൽ ഗോൾഡ് മെഡൽ നേടിയത് ബജ്റാങ് പുനിയയാണ്. ശ്രദ്ധിക്കുക, റെസ്ലിംഗ് ഇവൻ്റായ മാറ്റിയോ പെലിക്കോൺ വേൾഡ് റാങ്കിംഗ് സീരീസിൽ ഗോൾഡ് മെഡൽ നേടിയത് ബജ്റാങ് പുനിയയാണ്. അടുത്ത നോക്കാം. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ? ദ ഫ്രണ്ടിയർ ഗാന്ധി, മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ. ശ്രദ്ധിക്കുക, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഫ്രണ്ടിയർ ഗാന്ധി, മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ. നോട്ട് ചെയ്യുക, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഫ്രണ്ടിയർ ഗാന്ധി, മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സിന് ഇൻസ്റ്റഗ്രാമും സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.